നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മന്ത്രി മുഹമ്മദ് റിയാസ് ബേപ്പൂരിലേക്കില്ല. PV അൻവറിനെ പേടിച്ചാണോ എന്ന ചോദ്യമാണ്. പിണറായി ഇല്ലെങ്കിൽ ധർമ്മടത്ത് സാധ്യത ഏറെ. മന്ത്രി മുഹമ്മദ് റിയാസ് ബേപ്പൂർ വിടുമോ എന്ന ചോദ്യം ഉയരുകയാണ്. കേരളം ഉറ്റുനോക്കുന്ന ചോദ്യമാണ് ഇത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചരിത്രം തെളിഞ്ഞതോടെയാണ് നടപ്പു സമ്പ്രദായങ്ങളിൽ ചില മാറ്റങ്ങൾ ആലോചിക്കുന്നത്. ഒരുപക്ഷെ പിണറായി വിജയൻ മത്സരിക്കുന്നില്ലെങ്കിൽ റിയാസ് ധർമ്മടത്തേക്ക് മാറിയേക്കാം. ഷംസീറിന് സീറ്റില്ലെങ്കിൽ തലശ്ശേരിയിലും മത്സരിക്കാം. ബേപ്പൂർ ഒഴികെ എവിടെ മത്സരിക്കാനും തയ്യാറായി നിൽക്കുകയാണ് മുഹമ്മദ് റിയാസ്. PV അൻവർ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്ഥിരീകരിച്ചതോടെയാണ് റിയാസിൽ മനംമാറ്റം സംഭവിച്ചിരിക്കുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ ശക്തമായ പോരാളിയെ ഇറക്കി മണ്ഡലം പിടിച്ചെടുക്കാനാണ് UDFന്റെ നീക്കം. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ അൻവർ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞിരുന്നു. മുസ്ലിം ലീഗ് നേതാവ് MC മായിൻ ഹാജി ഉൾപ്പെടെയുള്ള പ്രമുഖരെ നേരിൽ കണ്ട് അദ്ദേഹം പിന്തുണ തേടിയിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ അൻവറിന്റെ സാന്നിധ്യം സഹായിക്കുമെന്നാണ് UDF നേതൃത്വം വിശ്വസിക്കുന്നത്. നിലവിലെ MLA ആയ PA മുഹമ്മദ് റിയാസ് 28,747 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലത്തിൽ വിജയിച്ചത്. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുന്ന മണ്ഡലമാണ് ബേപ്പൂരെന്നും അൻവറിലൂടെ അത് അനുകൂലമാക്കാമെന്നാണ് മുന്നണികളുടെ തീരുമാനവും കണക്കുകൂട്ടലുകളും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വലിയ വിജയം നേടിയെങ്കിലും സമീപകാലത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ UDFന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. PK കുഞ്ഞാലിക്കുട്ടി വഴി മുഖ്യമന്ത്രി ചില ശ്രമങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ടെങ്കിലും ബേപ്പൂരിൽ കരുത്തനെ ഇറക്കണമെന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഉള്ളത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കുഞ്ഞാലിക്കുട്ടിക്ക് സതീശനുമായി സംസാരിക്കാൻ പരിമിതികൾ ഏറെയുണ്ട്. ഒരു തലത്തിലും അടിയറവ് പറയുന്ന ആളല്ല VD സതീശൻ. 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നതിനാൽ കുഞ്ഞാലിക്കുട്ടിക്കും ലീഗ് നേതാക്കൾക്കും ആർക്കുവേണ്ടിയും വിട്ടുവീഴ്ച ചോദിക്കാനും കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. ബേപ്പൂരിൽ നിന്നും അൻവർ ജയിച്ചാൽ മണ്ഡലത്തിൽ ഒരു മന്ത്രി എന്ന വാഗ്ദാനമായിരിക്കും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുക. മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷമായ വിമർശനം PV അൻവർ ആവർത്തിക്കുകയാണ്. മരുമോനായതിന്റെ ലഹരിയിലാണ് മുഹമ്മദ് റിയാസ് എന്നും അത് തന്നെയാണ് മരുമോനിസം എന്നും അൻവർ പറഞ്ഞു. വ്യക്തിപരമായി അദ്ദേഹത്തോട് ഒരു വിദ്വേഷവുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ നടപടികൾ ശരിയല്ല എന്നതാണ് തന്റെ നിലപാട്. അതിൽ ഉറച്ചു നിൽക്കുമെന്നും PV അൻവർ പറഞ്ഞു. ബേപ്പൂരിലെ ചാലിയം ഹാർബർ സന്ദർശിക്കുകയായിരുന്നു PV അൻവർ. ഒരു സർക്കാരിനെയും സംവിധാനത്തെയും പാർട്ടിയെയും കുടുംബബാധ്യതയിലൂടെ ചവിട്ടി പിടിച്ചിരിക്കുകയാണ് ഇവർ. എന്തിനാണ് വികസന ജാഥ നടക്കുന്നത്? വികസനം ജനങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടാൽ പിന്നെ ജാഥയുടെ ആവശ്യമില്ലല്ലോ. അത് മറ്റൊരു തട്ടിപ്പാണെന്നും PV അൻവർ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ ബേപ്പൂരിൽ നിന്ന് മത്സരിക്കുമെന്ന വാർത്തകൾക്കിടെയാണ് ജനങ്ങളുമായി സംവദിച്ച നേതാവ് മണ്ഡലത്തിൽ സജീവമാകുന്നത്. ചാലിയം ഹാർബറിലെത്തിയ മത്സ്യബന്ധന തൊഴിലാളികളുമായി സംസാരിച്ച അൻവർ മണ്ഡലത്തിൽ വികസനം ഉണ്ടാകില്ലെന്ന് ആരോപിച്ച് തൊഴിലാളികളെ കുറിച്ച് മുഹമ്മദ് റിയാസ് പ്രസംഗത്തിൽ പോലും പറയാറില്ല എന്നും ആകെ പറയുന്നത് ടൂറിസത്തെ കുറിച്ചാണെന്നും അൻവർ പറഞ്ഞു. അതേസമയം മണ്ഡലത്തിൽ വികസന ജാഥ നടത്തി കള്ളം നിറയ്ക്കുകയാണ് PA മുഹമ്മദ് റിയാസ്. എതിർ സ്ഥാനാർത്ഥിയായി PV അൻവർ വരുമ്പോൾ ബേപ്പൂരിൽ മത്സരം കുടുങ്ങും. നേതാക്കൾ കളത്തിലിറങ്ങിയതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ബേപ്പൂരിൽ പ്രചരണാവേശം ശക്തമായിരിക്കുകയാണ്. തൽക്കാലം താൻ മണ്ഡലം മാറുമെന്ന അഭ്യൂഹം ഉണ്ടാകാതിരിക്കാൻ റിയാസ് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനാൽ റിയാസ് ബേപ്പൂരിൽ സജീവമായിരിക്കുകയാണ്. മികച്ച മന്ത്രി എന്ന ഇമേജ് പരമാവധി പ്രയോജനപ്പെടുത്താനാണ് റിയാസ് ശ്രമിക്കുന്നത്. 2021 ലീഗിന്റെ രഹസ്യ സഹായത്തോടെയാണ് റിയാസ് ജയിച്ചത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ എന്തു വില കൊടുത്തും മന്ത്രിസഭയെ അധികാരത്തിലെത്തിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസും ലീഗും ഇക്കുറി ഒരു വിട്ടുവീഴ്ചയും തയ്യാറാവില്ല. പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളുടെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി റിയാസിനെ സംബന്ധിച്ചിടത്തോളം അത്ര മോശമല്ലാത്ത പ്രകടനമാണ് അദ്ദേഹം പിണറായി മന്ത്രിസഭയിൽ കാഴ്ചവെച്ചത്. എന്നാൽ പിണറായി വിജയൻ ഉണ്ടായ ദുഷ്പേരിന്റെ ഒരു ഭാഗം റിയാസിന് അനുഭവിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചതാണ് റിയാസ് ഉണ്ടായ പരാജയത്തിന്റെ കാരണമെന്ന് PV അൻവർ പോലും പറയുന്ന സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. റിയാസിന്റെ മരുമോനിസം അദ്ദേഹത്തിന് വൻതോതിൽ ചീത്ത പേരുണ്ടാക്കി. റിയാസ് എന്തു ചെയ്താലും തെറ്റായി ചിത്രീകരിക്കപ്പെടും. CPM നേതാക്കൾക്ക് പോലും റിയാസിനോട് വിരോധമുണ്ട്. പിണറായിക്ക് വേണ്ടി റിയാസ് കൈയും കാലും മെയ്യും മറന്ന് നിലകൊള്ളുന്നതാണ് കാരണം. സഹമന്ത്രിമാർ പോലും റിയാസിനെ വിശ്വസിക്കാത്ത സാഹചര്യം നിലവിലുണ്ട്. റിയാസിനെ കാണുമ്പോൾ ഭയഭക്തി ബഹുമാനം കാണിക്കുന്ന മന്ത്രിമാർ പോലും മാറി നിന്ന് കുറ്റം പറയുന്ന സാഹചര്യവും നിലവിലുണ്ട്. ഇത്തരം ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് റിയാസിന് നന്നായി അറിയില്ല. കാരണം പിണറായി വിജയൻ എന്ന മഹാമേരുവിന് കീഴിൽ അതിന്റെ തണൽ പറ്റിയാണ് ഇത്രയും കാലം റിയാസ് ജീവിച്ചിട്ടുള്ളത്.
ഉള്ളത്. മുഖ്യമന്ത്രിക്കാകട്ടെ മകൾ വീണയോട് അതിരുകടന്ന വാത്സല്യവും സ്നേഹവുമുണ്ട്. ആ കുടുംബം സ്നേഹത്തിന്റെ വലിയൊരു അളവ് മന്ത്രി റിയാസിന് നിറലോഭം ലഭിക്കുന്നുമുണ്ട്. ഇതിൽ അസൂയയും അമർഷവും ഉള്ളവർ ധാരാളവും. മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിക്കുന്ന ക്യാബിനറ്റ് അംഗങ്ങൾ കുറവാണെന്ന റിയാസിന്റെ ടെലിവിഷൻ അഭിമുഖം വലിയ വിവാദമാണ് സൃഷ്ടിച്ചത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും പ്രതിസന്ധി ഉണ്ടാക്കി കഴിഞ്ഞു. അതിനുശേഷം ടെലിവിഷൻ അഭിമുഖത്തിൽ ശ്രദ്ധിക്കുമെങ്കിലും പലപ്പോഴും റിയാസിന്റെ പിടിവിട്ടു പോകാനാണ് പതിവ്. ഇതാണ് PV അൻവർ ഉപയോഗപ്പെടുത്താൻ ഒരുങ്ങുന്ന ഘടകം. അതായത് CPM-ലെ പിണറായി വിരുദ്ധതയുടെ വോട്ടുകൾ സമാഹരിക്കുക എന്നതാണ് അൻവറിന്റെ ലക്ഷ്യവും. ധനമന്ത്രി KN ബാലഗോപാൽ മന്ത്രി റിയാസിനെയും അദ്ദേഹത്തിന്റെ വകുപ്പുകളെയും അതിരുകടന്ന് സഹായിക്കുന്നുവെന്ന ആരോപണവും നിലവിലുണ്ട്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളിൽ നിന്ന് ധനമന്ത്രിക്ക് എത്തുന്ന ഫയലുകളിൽ ധനമന്ത്രി വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തമ്മിലുള്ള ബന്ധമാകാം ഇതിന്റെ അടിസ്ഥാനം. എന്നാൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷി മന്ത്രിമാർ അയക്കുന്ന ഒരു ഫയലിലും തീരുമാനമെടുക്കാറില്ല. വർഷങ്ങളോളം കയ്യിൽ വെച്ച ശേഷം മുഖ്യമന്ത്രിക്ക് അയക്കുന്നത് ധനമന്ത്രിയുടെ സ്ഥിരം പരിപാടിയാണ്. മുസ്ലിം വോട്ടർമാർ ഏറെയുള്ള സ്ഥലമാണ് ബേപ്പൂർ. PV അൻവർ ആകട്ടെ BJP-ക്കെതിരെ വാളെടുത്ത വില്ലനാണ്. DGP MR അജിത്കുമാറിന്റെ BJP പ്രളയത്തിന് എതിരെയാണ് ഇക്കാലം അത്രയും അൻവർ യുദ്ധം നയിച്ചത്. അതാണ് CPM-ൽ നിന്നും അൻവർ പുറത്താകാനുള്ള കാരണവും. ഇങ്ങനെയുള്ള അൻവറിന് എങ്ങനെയാണ് ബേപ്പൂരുകാർ വോട്ട് ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് ലീഗിന്റെ പിന്തുണയുള്ളപ്പോൾ? മുൻ നിലമ്പൂർ MLA PV അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാൻ UDF ഏകോപന സമിതി യോഗം തീരുമാനമെടുത്തതിന് പിറകെയാണ് വിവിധ ഇടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ബേപ്പൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തും പാർക്കിനോട് ചേർന്നും ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. PV അൻവറിന് ബേപ്പൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതമെന്നാണ് ബോർഡുകളിൽ എഴുതിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി PA മുഹമ്മദ് റിയാസിനും എതിരെ PV അൻവർ തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച മിനി ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിന് നേതൃത്വം നൽകുന്നത് മുഹമ്മദ് റിയാസ് ആണെന്നുമായിരുന്നു അൻവറിന്റെ പരാമർശം. ഏഷ്യനെറ്റ് ന്യൂസിന്റെ പോയിന്റ് ബ്ലാങ്ക് പരിപാടിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് നടത്തിയ പ്രതിച്ഛായ പരാമർശം മന്ത്രി റിയാസിന് പണ്ടേ തിരിച്ചടിയായിരുന്നു. ഇയാൾ ആര്, ഇങ്ങനെയൊക്കെ സംസാരിക്കാനെന്ന പൊതുവികാരമാണ് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ടായത്. എല്ലാവരും റിയാസിനെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കുന്നു എന്ന ഒരൊറ്റ നോട്ടം മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. പ്രതിച്ഛായ ഓർത്ത് മന്ത്രിമാർ അഭിപ്രായം പറയാൻ മടിക്കരുതെന്നും മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം പ്രതിരോധിക്കാൻ മന്ത്രിമാർക്ക് ബാധ്യതയുണ്ട് എന്നുമായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പരാമർശം. രണ്ടാം ദിവസം സർക്കാർ 2 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ മന്ത്രിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു റിയാസിന്റെ പരാമർശം. വർഷം 4 ആയെങ്കിലും സ്ഥിതിയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. മന്ത്രിമാർക്ക് അഭിപ്രായ പ്രകടനത്തിന് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ, വിവാദ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്നതിൽ മന്ത്രിമാർ മടി കാണിക്കുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കായിരുന്നു റിയാസ് വിശദമായ മറുപടി നൽകിയത്. LDF മന്ത്രിമാർ എല്ലാവരും സർക്കാർ നിലപാട് ശക്തമായി അവതരിപ്പിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയ ശേഷമായിരുന്നു മന്ത്രിമാർ രാഷ്ട്രീയ പറയേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുഹമ്മദ് റിയാസ് ഓർമ്മിപ്പിച്ചത്. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലും പിന്നീട് MV ഗോവിന്ദൻ സെക്രട്ടറി എപ്പോഴും നൽകിയ നിർദ്ദേശം മന്ത്രിമാർ രാഷ്ട്രീയം സംസാരിക്കണമെന്നാണ്. കൈകാര്യം ചെയ്യുന്ന വകുപ്പിലും കുറിച്ച് മാത്രമല്ല പൊതുവിഷയങ്ങളെക്കുറിച്ചും വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സർക്കാരിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചും മന്ത്രിമാർ അഭിപ്രായം പറയണമെന്നാണ് പാർട്ടി നിർദ്ദേശമെന്നും റിയാസ് വ്യക്തമാക്കി.